അടുത്തത് സ്ട്രെയിൻ ഗോജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ മെക്കാനിക്കൽ സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രെയിൻ ഗോജ് ഉപയോഗിക്കുന്നത്. സ്ട്രെയിൻ ഗോജിന് ക്യാൻ ഡിറ്റക്ട് ആൻഡ് കൺവേർട്ട് ദ ഫോഴ്സ് ഓർ സ്മോൾ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽ. ചെറിയ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുക, അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നതിനെയാണ് സ്ട്രെയിൻ ഗോജ് എന്ന് പറയുന്നത്. അതിൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗ്രാം ആദ്യം. തിയറി ഓഫ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗോജ്. Let L be the length and area be the, A be the area, diameter be D. So before being strain ചെയ്യുന്നതിന് മുമ്പുള്ള ലെങ്തും ഏരിയയും ഡയമീറ്ററുമാണ് ഇത്. മെറ്റീരിയൽ ഓഫ് ദ വയർ ഹാസ് എ റെസിസ്റ്റിവിറ്റി. മെറ്റീരിയൽ ഓഫ് ദ വയറിന് ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ട്, അതാണ് റോ. റെസിസ്റ്റൻസ് ഓഫ് ആൻ അൺസ്ട്രെയിൻഡ് ഗോജ് റോ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച് റെസിസ്റ്റൻസ് ഓഫ് ആൻ അൺസ്ട്രെയിൻഡ് ഗോജ് എന്ന് പറഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അപ്പോൾ ഒരു ടെൻസൈൽ സ്ട്രെസ് ഈ വയറിലോട്ട് അപ്ലൈ ചെയ്യണം. ലെറ്റ് ടെൻസൈൽ സ്ട്രെസ് എസ് ബി അപ്ലൈയിങ് ടു ദ വയർ. അപ്പോൾ നമ്മുടെ ലെങ്ത് ഡെൽറ്റ എൽ ആവും. ചേഞ്ച് ഇൻ ലെങ്ത്. ഡെൽറ്റ എ ചേഞ്ച് ഇൻ ഏരിയ. ഡെൽറ്റ ഡി ചേഞ്ച് ഇൻ ഡയമീറ്റർ. ഡെൽറ്റ ആർ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. In order to find how delta R depends upon the material physical quantity, the expression for R is differentiated with respect to stress S. ഡെൽറ്റ ആർ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായിട്ട് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ ആറിനെ എസുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡി ആർ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നല്ലേ. അതിൻ്റെ റോ കോൺസ്റ്റൻ്റ് ആണ്. എല്ലാം ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ എൽ ബൈ ഡോ എസ്, അപ്പോൾ എയും കോൺസ്റ്റൻ്റ് ആണ്. റോ ബൈ എ ഇൻറ്റു ഡോ എൽ ബൈ ഡോ എസ് മൈനസ് അടുത്തത് എ ആണ് എടുക്കുന്നത്. അപ്പോൾ റോ എൽ ബൈ എ സ്ക്വയർ, ഇപ്പോഴത്തെ എയും അതിന് നേരത്തെ എയും കൂടെ കൂട്ടി എ സ്ക്വയർ ഡോ എ ബൈ ഡോ എസ് പ്ലസ് എൽ ബൈ എ റോ ആണ് ആ സമയത്ത് കോൺസ്റ്റൻറ്റ് ഡോ റോ ബൈ ഡോ എസ്. അതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുന്നു. ഈ ഇക്വേഷൻ 1നെ ഡിവൈഡ് ചെയ്യുകയാണ് ഫസ്റ്റ് ആർ ഇസിക്കൽ ടു റോ എൽ ബൈ എ എന്ന് പറയുന്നത് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് 1 ബൈ ആർ ഡി ആർ ബൈ ഡി എസ് ഈക്വൽ ടു 1 by L ഡോ എൽ ബൈ ഡോ എസ് മൈനസ് 1 by A ഡോ എ ബൈ ഡോ എസ് പ്ലസ് 1 by റോ ഡോ റോ ബൈ ഡോ എസ്. ഈ ഇക്വേഷൻ 2ൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ദ റെസിസ്റ്റൻസ് ഈസ് ഡ്യൂ ടു ദ ഫോളോയിങ്. പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ ബൈ എ ആണ്. പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ റോ ബൈ റോ ആണ്. ഏരിയ എന്ന് പറയുന്നത് പൈ ബൈ 4 ഡി സ്ക്വയർ. പൈ ബൈ 4 ഡി സ്ക്വയർ ഡയമീറ്ററാണ്. ഡയമീറ്ററിനെ 2r ആക്കിയാണെങ്കിൽ 4r. ഓക്കെ. ദെയർഫോർ ഡോ ഈ ഏരിയ പൈ ബൈ 4 ഡി സ്ക്വയർ എന്നാണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ എ ബൈ ഡോ എസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എസ് വെച്ചാണ്. ഡോ എ ബൈ ഡോ എസ് ഈസ് ഈക്വൽ ടു 2 പൈ ബൈ 4 ഇൻറ്റു ഡി ഇൻറ്റു ഡോ ഡി ബൈ ഡോ എസ്. സോ 1 by A ഡോ എ ബൈ ഡോ എസ് is equal to പൈ ബൈ 2. ഏരിയ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ചെയ്ത പോലെ റെസിസ്റ്റൻസുമായിട്ട് ഡിവൈഡ് ചെയ്ത പോലെ ഇവിടെ നമ്മൾ ഏരിയനെ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഡോ എ ബൈ ഡോ എസ് ഇൻറ്റു 1 by A is equal to പൈ ബൈ 2 ഇൻറ്റു ഡി ബൈ പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ ഇൻറ്റു ഡോ ഡി ബൈ ഡോ എസ് is equal to 2 by D ഇൻറ്റു ഡോ ഡി ബൈ ഡോ എസ്. ഇതിനെ ഇക്വേഷൻ 2ൽ ഇടുകയാണെങ്കിൽ 1 by R ഡോ ആർ ബൈ ഡോ എസ് ഈക്വൽ ടു 1 by L ഡോ എൽ ബൈ ഡോ എസ് മൈനസ് 2 by D ഡോ ഡി ബൈ ഡോ എസ് പ്ലസ് 1 by റോ ഡോ റോ ബൈ ഡോ എസ്. പേഴ്സൺ എങ്ങനെയായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത്? പേഴ്സൺ റേഷ്യോ ഇസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോങ്റ്റിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഡോ ഡി ബൈ ഡി ഇസ് ഈക്വൽ മൈനസ് ഡോ ഡി ബൈ ഡി ബൈ ഡോ എൽ ബൈ എൽ ആണ് ഈ റേഷ്യോ. ഡോ ഡി ബൈ ഡി എന്ന് പറയുന്നത് അപ്പോൾ എന്തുവാകും ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വി ഇൻറ്റു ഡോ എൽ ബൈ എൽ. സോ 1 by ആർ ഡി ആർ ബൈ ഡി എസ് ഈക്വൽ ടു 1 by എൽ ഡോ എൽ ബൈ ഡോ എസ് പ്ലസ് വി ഇൻറ്റു 2 by എൽ ഇൻറ്റു ഡോ എൽ ബൈ ഡോ എസ് പ്ലസ് 1 by റോ ഡോ റോ ബൈ ഡോ എസ്. ഫോർ സ്മോൾ വേരിയേഷൻ ദ എബോവ് റിലേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് delta R by R is equal to delta L by L plus 2V into delta L by L plus delta rho by rho. The gauge factor is defined as the ratio of per unit change in the resistance to per unit change in the length.
gauge factor GF is equal to delta R by R by delta L by L. So 1 plus 2V plus delta rho by epsilon. So epsilon is equal to delta L by L is equal to strain. Bridge configuration of 4 strain gauges. ചെയ്യുമ്പോൾ എല്ലാ ഗോജസും ഈക്വൽ ആണ്. All 4 gauges are similar and have equal resistance when strain ചെയ്യുമ്പോൾ. So Rg1 equal to Rg2 is equal to Rg3 is equal to Rg4. So it is equal to R. When strained, the resistance of various gauges are for Rg1 and Rg4 R into 1 plus delta R by R. Rg2 and Rg3 R into 1 minus delta R by R. Potential of B when strain is applied ആണെങ്കിൽ R into 1 plus delta R by R into 1 plus രണ്ടിൻ്റെയും കൂടെ R into 1 plus delta R plus R into 1 minus delta R by R into EI. So 1 plus delta R by R by 2 into EI. Potential of D, ഇവിടെ ഈ ഡയഗ്രാം നോക്കണം നമ്മൾ. പൊട്ടൻഷ്യൽ ഓഫ് ഡി വെൻ സ്ട്രെയിൻ ഈസ് അപ്ലൈഡ് ആകുമ്പോൾ ആർ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ആർ ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു ഇ ഐ. സോ 1 മൈനസ് ഡെൽറ്റ ആർ ബൈ ആർ ബൈ 2 ഇ ഐ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഓഫ് ഡി മൈനസ് ബി ആയിരിക്കും. ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഡി മൈനസ് അല്ല ബി മൈനസ് ഡി ചെയ്യുമ്പോൾ ഡെൽറ്റ ഇ ഒ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഡെൽറ്റ ആർ ബൈ 2 ഇൻറ്റു ഇ ഐ മൈനസ് 1 മൈനസ് ഡെൽറ്റ ആർ ബൈ 2 ഇ ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു ജി എഫ് എപ്സിലോൺ ഇ ഐ. ലോഡ് സെൽ അലോട്ട് പ്രഷർ സെൽ ദാറ്റ് ഈസ് കൺവേർട്സ്. ലോഡ് സെൽ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഫോഴ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റുന്നതിനെയാണ് ലോഡ് സെൽ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നമ്മളിപ്പോൾ പഠിച്ച സ്ട്രെയിൻ ഗോജ് ലോഡ് സെല്ലാണ്. ലോഡ് സെൽ എന്ന് പറഞ്ഞില്ല. Array of strain gauge to measure the deformation of a structural member and convert it into electrical signal consists of load receiving element to which strain gauge bridge network is bonded. This is strain gauge load cell. This next is a resistant temperature detector used to measure the temperature by correlating the resistance of RTD element with the temperature. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ആ പേരിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. റെസിസ്റ്റൻസ് ഓഫ് ദ ആർ ടി ഡി എലമെൻറ്റ് വിത്ത് ടെമ്പറേച്ചർ. കൺസിസ്റ്റ് ഓഫ് എ വയർ പീസ് wrapped around a ceramic or glass core. ഒരു വയർ പീസ് റാപ്പ് ചെയ്തേക്കുന്നതാണ് സെറാമിക് അല്ലെങ്കിൽ ഗ്ലാസ് കോർ വെച്ച്. മെയ്ഡ് ഓഫ് എ വെരി തിൻ മെറ്റൽ സർഫസ് as much as possible to keep the contact is better. The change in the resistance caused by change in the temperature are dictated by Wheatstone bridge. It is made of a very thin metal surface as much as possible to keep the contact better. The change in the resistance caused by change in the temperature are detected by Wheatstone bridge. Wheatstone bridge കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. Wheatstone bridge ആണ് അതിൻ്റെ ചേഞ്ചസ് റെസിസ്റ്റൻസ് ബൈ ടെമ്പറേച്ചറിൻ്റെ. Sensing element used are copper, nickel or platinum. Sensing element RS is made of a material having high temperature coefficient. R1, R2, R are made of resistance that are practically constant under the normal temperature changes. Wheatstone bridge നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത് പോലെ R1 by R2 is equal to RS by R5. The requirements of a conductor material to be used in RTD are: change in resistance of a material per unit change in the temperature should be large as possible. The material should pay a high value of resistivity so that a minimum volume of material is used for the construction of RTD. The resistance of material should have a continuous and stable relationship with the temperature. Advantages of RTD are linear over wide operating range, wide temperature operating range, high temperature operating range, good stability at high temperature. Disadvantages are low sensitivity, higher cost than thermocouple, no point sensing, affected by shock and vibration, requires 3 or 4 operation. Thermistor. Thermistor is a thermal resistor. They are the semiconductor type resistance thermometer. They have high sensitivity but highly non-linear characteristics.
Thermistors are widely used in such applications, especially in the temperature range of minus 90 degrees Celsius to plus 130 degrees Celsius. Generally have high NTC, that is negative temperature coefficient. Their characteristics can be expressed by RT is equal to R0 into e raised to beta into 1 by T minus 1 by T0. RT is the resistance at the temperature Kelvin, rho is the resistance at temperature T0, T0 is the reference temperature at 25 degrees Celsius, beta is the constant. Voltage current characteristics at 25 0 in 0 degrees Celsius, 25, 60, okay. That is with the voltage versus current. Next diagram is current versus time. Type of thermistors. There are 4 types of thermistors: bead thermistor, probe thermistor, disc thermistor, and washer type thermistor. Bead thermistor. This is the smallest thermistor. It has only a diameter of 0.15 mm to 1.25 mm. It consists of leads and glass coated beads. We can see in the picture. This is the most familiar type of thermistor, usually glass coated. Next is probe thermistor. Glass probe have a diameter of about 2.5 mm. The probes are used for measuring the temperature of the liquids. Disc thermistor. Discs are made by pressing the material under high pressure into cylindrical flat shape with a diameter ranging from 2.5 mm to 25 mm. They are mainly used for the temperature control. Washer type thermistor. We can see in the picture, it is usually a long cylindrical unit. Leads are attached to the end of the rods. The advantage is to produce the high resistance under moderate power. Advantages are it has low cost, high sensitivity, small size, good stability, high output signal. Disadvantages: it is not suitable for high temperature measurement and requires an external power supply. Thermocouple consists of a pair of dissimilar conductors welded or fused together at one end to form the hot or measuring junction, with the other end available for connection to the cold or reference junction. Converts thermal energy into electrical energy. Measurement of temperature. When the hot junction temperature is greater as compared to the cold junction, an EMF is generated due to the temperature gradient. Thermoelectric effect. Seebeck effect. Two wires of different metals A and B are joined together to form two functions, and if two junctions are at different temperature, an electric current will flow around the circuit. Peltier effect is the reverse phenomena of Seebeck effect. Suppose two junctions of thermocouple are initially at the same temperature and electric current is passed through the circuit by using a battery. It is observed that heat is evolved at one end of the junction, which becomes hot, and heat is observed at the other end, which becomes cold. Direction of current is reversed, colder junction become hot, and vice versa. Thomson effect with loss of thermoelectric effects, loss of homogeneous materials. It's not needed, we don't need it. Ultrasonic or acoustic flow meter. It consists of two piezoelectric crystals in the liquid or gas separated by distance. One of the crystals acts as transmitter and other as receiver. Depending upon the principle, there are two types: Doppler effect ultrasonic flow meter and transit time ultrasonic flow meter. Doppler effect ultrasonic flow meter operates on the basis of measurement of phase shift between the oscillations, directed downstream and upstream alternatively. Detector is a phase-sensitive device which measures the transit time from upstream to downstream and vice versa. Let C be the velocity of the sound propagation in medium in meter per second. V is the linear velocity of fluid flow in meter per second. D is the distance in meter between two piezo crystal A and B. The transit time in the direction of flow upstream to downstream is delta T1 is equal to D by C plus V. And the transit time when ultrasonic signal is traveling in opposite direction of fluid flow, delta T2 is equal to D by C minus V. Similarly, a sinusoidal signal of frequency f hertz traveling in the direction and opposite of the fluid flow has a phase shift of delta phi 1 is equal to 2 pi fd by c plus v, and delta phi 2 is equal to 2 pi fd by c minus v radians. The difference between the two phase shift is proportional to the flow rate of the fluid, as obvious from the following expression.
delta phi 2 minus delta phi 1 equal to 2 pi fd by c minus v minus 2 pi fd by c plus v. That is 4 pi fdv by c square minus v square. That is 4 pi fdv by c square. V square is very small, so is equal to kv. K is a constant. Transit time ultrasonic flow meter. Here in the diagram, theta is the angle between the sound path and the pipe wall. The repetition frequency in the upstream side and downstream side will be Fa is equal to C plus V cos theta by D and Fb is equal to C minus V cos theta by D respectively. The difference is delta F is equal to Fa minus Fb equal to 2V cos theta by D. Data acquisition system is a device or an integrated system used to collect the information about the state or condition of various parameters of any process. The process by which physical phenomena from the real world are transformed into electrical signal. ഫിസിക്കൽ ഫിനോമിന റിയൽ വേൾഡിൽ ട്രാൻസ്ഫോം ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി അതിനെ മെഷർ ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി അതിനെ പ്രോസസ്സിങ്ങിനും അനലൈസിങ്ങിനും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ബേസിക് കമ്പോണൻ്റ് ഓഫ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസർ, സിഗ്നൽ കണ്ടീഷണർ, MUX അതായത് മൾട്ടിപ്ലെക്സർ, AD കൺവേർട്ടർ അതായത് അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ, റെക്കോർഡർ ഡിവൈസസ് ആൻഡ് ഡിസ്പ്ലേ ഡിവൈസസ് ആൻഡ് ആർ റിക്വയർ ഇൻ ഇറ്റ്. ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ട്രാൻസ്ഡ്യൂസർ 1, ട്രാൻസ്ഡ്യൂസർ 2, ട്രാൻസ്ഡ്യൂസർ 3 എക്സെട്ര ട്രാൻസ്ഡ്യൂസർ N വരെ പോകും. ഇത് ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആണ്. അവിടെ നിന്ന് സിഗ്നൽ കണ്ടീഷണറിലേക്ക് പോകുന്നു. സിഗ്നൽ കണ്ടീഷണറിൽ നിന്നും മൾട്ടിപ്ലെക്സറിലേക്കാണ് പോകുന്നത്. മൾട്ടിപ്ലെക്സറിൽ നിന്നും AD അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടറിലേക്കും പോകുന്നുണ്ട്. മൾട്ടിപ്ലെക്സറിൽ നിന്നും അനലോഗ് ഡേറ്റ ആയിട്ട് റെക്കോർഡർ, ഡിസ്പ്ലേ, മീറ്റർ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഈ അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടറിൽ നിന്നും പ്രിൻ്റർ, ഡിജിറ്റൽ ഡിസ്പ്ലേ, മാഗ്നറ്റിക് ടേപ്പ്, ട്രാൻസ്മിഷൻ, കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് എന്നീ രീതിയിൽ പോകുന്നുണ്ട്. നീഡ് എന്താണെന്ന് വെച്ചാൽ മോണിറ്ററിങ് ഓഫ് പ്രോസസ് ആൻഡ് ഓപ്പറേഷൻ, കൺട്രോൾ ഓഫ് പ്രോസസ് ആൻഡ് ഓപ്പറേഷൻ, എക്സ്പെരിമെൻ്റൽ എഞ്ചിനീയറിംഗ് അനാലിസിസ്, ഡാറ്റ അക്വിസിഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ നീഡ്സ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. ബൈ.